നമസ്കാരം. പോക്സോ കേസുകൾ ഒന്നൊന്നായി പുറത്തു വരുന്ന കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന വളരെ അതിശയിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു കേസാണ് വന്നിരിക്കുന്നത്. പക്ഷേ ആ കേസിൽ ആ കുട്ടി കൂടി ഇതിനകത്ത് ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ കുട്ടി കൂടിയാണ് മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു വലിയ ഗൗരവമുള്ള കാര്യമാണ്. 18ഓളം പ്രമുഖരാണ് സ്വവർഗ രഗതിയുടെ ഭാഗമായി ഒരു 16 വയസ്സുകാരനെ മായി ദിവസങ്ങൾ ചെലവഴിച്ചിരിക്കുകയും ഹോട്ടലിൽ പോവുകയൊക്കെ ചെയ്തിരിക്കുന്ന വിഷയമുണ്ട്. അപ്പോൾ അത് മൊബൈൽ ആപ്പ് വഴിയാണ് വന്നിരിക്കുന്നത്. ജനനത്തീയതിയൊക്കെ തിരുത്തി വേറെ തരത്തിലേക്ക് വന്നിരിക്കുന്നു. വീട്ടുകാരാണ് ഇത് കണ്ടുപിടിച്ചത്. എന്തായാലും കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യം, പക്ഷേ അതിനകത്ത് വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഈ ഡേറ്റിംഗ് ആപ്പിൽ കയറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പലരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ വളരെ ഗുരുതരമായ പോക്സോ കേസുകളാണ് സംസ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ മോശമായ പ്രവർത്തികളാണ് നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ. ഈ പോക്സോ കേസിൽ പ്രത്യേകിച്ച് കുട്ടികളെ, ആൺകുട്ടികളെ പെൺകുട്ടികളെ നോക്കാതെ തന്നെ ഇത്തരത്തിലുള്ള ഉപദ്രവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ വാർത്ത ഞെട്ടിക്കുന്നതാണ്. 16 വയസ്സുകാരനായ ഒരു കുട്ടി, ആ കുട്ടിക്ക് സമ്മതമുണ്ടോ, ഇനി പണം കിട്ടിയിട്ടുണ്ടോ, കുട്ടിയുടെ താല്പര്യം എന്താണെന്നൊന്നും അറിയില്ല, കുട്ടി അറിയാതെ പെട്ടതാണോ, എന്തായാലും 10-14 പേര് ഇതിനകത്ത് കേസിൽ പെട്ടിട്ടുണ്ട്. വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. നമുക്ക് തീർച്ചയായും ഇത് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. കേരളത്തിലെ പോക്സോ കേസുകളിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നു. സ്വാഭാവികമായിട്ടും നമുക്കിത് ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. എന്തായാലും നമുക്ക് തീർച്ചയായും ഇത് വളരെ ഗുരുതരമായി വരുന്ന വിഷയമാണ്. പോക്സോ കേസിൽ വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത് ഗൗരവതരമായി തന്നെ കാണേണ്ടതുണ്ട്. കേസിൻ്റെ വഴിക്ക് പോകും എന്നുള്ളത്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലത്തെ മൊബൈൽ ആപ്പുകൾ, ഡേറ്റിംഗ് ആപ്പുകളിലൊക്കെ കയറി പേര് രജിസ്റ്റർ ചെയ്യുക. ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. എന്തായാലും അത് ഗൗരവതരമായൊരു വിഷയമേ വന്നിട്ടുണ്ട്, കേസായിട്ടുണ്ട്. പോലീസ് 14 പ്രമുഖരെയാണ് അതിനകത്ത് പിടിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത്. പ്രത്യേകിച്ച് കുട്ടികൾ മയക്കുമരുന്നിനും പോക്സോ കേസിനുമൊക്കെ ചെന്നുപെടുന്നു. ഇതുപോലത്തെ സ്വവർഗരതിയിലും സെക്സ് കേസിലുമൊക്കെ ചെന്നുപെടുന്നു. അതിനെതിരെ ശക്തമായി കുട്ടികൾ നിലപാടെടുക്കേണ്ടതാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. പോലീസ്, സൈബർ പോലീസൊക്കെ ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ നോക്കുന്നു. അപ്പോൾ ഗൗരവതരമായ കാര്യങ്ങളാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് വാർത്തകളായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട പ്രമുഖമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ പോക്സോ കേസുമായി ബന്ധപ്പെടുത്തിയിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും കുട്ടികളുടെ മാതാപിതാക്കളും രക്ഷിതാക്കളും ഒക്കെ ശ്രദ്ധിക്കണം. കുട്ടികളും ഇത് ശ്രദ്ധിക്കണം. ഇത്തരം മൊബൈൽ ആപ്പുകളിലും മൊബൈൽ ഡേറ്റിംഗ് ക്ലാസുകളിലൊന്നും ചെന്ന് തലവെക്കരുത്. അത് വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് വന്നിരിക്കുന്നു എന്നുള്ളതും നമ്മൾ ഇതൊരു കാരണം മയക്കുമരുന്ന് പോലെ, മദ്യം പോലെ, അതുപോലെയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ സെക്സ് എന്ന് പറയുന്നതും സ്വവർഗരതി എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു വിഷയമാണ്. എന്തായാലും അത് വളരെ ഗുരുതരമായി വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും നമുക്കിത് കാര്യമായി നോക്കേണ്ടതാണ്, പരിഗണിക്കപ്പെടേണ്ടതാണ്.